സൗദി അറേബ്യയിൽ മരിച്ച വയനാട് സ്വദേശി ജയപ്രകാശിന്റെ മൃതദേഹം നാളെ രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിക്കും. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള അനുമതി ലഭിച്ചത്. വിദേശത്തു നിന്ന് മൃതദേഹം എത്തിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് രേഖകൾ എയർപോർട്ടിൽ എത്തിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പുതിയ വ്യവസ്ഥ പുറത്തിറക്കിയിരുന്നു. ഈ വ്യവസ്ഥ പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര സിവിൽ ഏവിയേഷൻ വകുപ്പിനെയും വ്യോമയാന മന്ത്രിയെയും അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ കോഴിക്കോട് വിമാനത്താവള അധികൃതർക്ക് മൃതദേഹം വേഗത്തിലെത്തിക്കാനുള്ള നിർദ്ദേശം നൽകി. നാളെ പുലർച്ചെ 2:30 ദമാം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം രാവിലെ 9:30 കരിപ്പൂരിൽ എത്തിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കണം എന്നാണ് സർക്കാരിന്റെ നിലപാട് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ. ബാക്കിയുള്ള നിലവറകൾ തുറക്കാമെങ്കിൽ ബി നിലവറയും തുറക്കാം. രാജകുടുംബത്തിന് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്നും കടകംപള്ളി. ബാക്കിയെല്ലാം നിലവറയും തുറക്കാമെങ്കിൽ എന്തുകൊണ്ട് ബി നിലവറ തുറന്നുകൂടാ? അത് എന്റെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് അഭിപ്രായമാണ്. രാജകുടുംബത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവർക്ക് അവരുടെ അഭിപ്രായം പറയാം. സുപ്രീം കോടതി അന്തിമമായി തീരുമാനിക്കട്ടെ. സുപ്രീം കോടതി ഒരു തീരുമാനം വരട്ടെ. തീരുമാനം ഗവൺമെന്റ് നടപ്പിലാക്കുക. യാതൊരു സംശയം വേണ്ട. കേസ് നീണ്ടുപോകുന്നതിൽ സുപ്രീം കോടതിക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ ആ കേസ് നീണ്ടുപോകുന്നതിൽ ഗവൺമെന്റിനും അതിർത്തിയുണ്ട്. ഇങ്ങനെ നീണ്ടുപോകാൻ വേണ്ടി പാടില്ല. ഒരു യോജിപ്പ് ഉണ്ടാകേണ്ടതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കണം എന്ന് VS. നിലവറ തുറക്കുന്നതിനെ ചിലർ ഭയക്കുന്നത് എന്തിനാണ് എന്നും ഭയപ്പെടുന്നവർ ആരായാലും അവരെ സംശയിക്കണമെന്നും VS അച്യുതാനന്ദൻ. ഇതിനു മുൻപ് ഇതേ ബി നിലവറ തുറന്നപ്പോൾ ആരും ദേവഹിതം ചോദിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പ്രശ്നം ദേവഹിതമല്ല, വ്യക്തിഹിതമാണെന്ന് വ്യക്തം. ജനഹിതവും ക്ഷേത്ര സ്വത്തിന്റെ സംരക്ഷണവും ആഗ്രഹിക്കുന്ന എല്ലാവരും അതുമായി സഹകരിക്കുകയാണ് വേണ്ടത് എന്നും VS. സംസ്ഥാനത്തെ കോഴിയിറച്ചി വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. കോഴി വ്യാപാരികളുമായി സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. 1 കിലോ കോഴി 87 രൂപയ്ക്ക് വിൽക്കാനാകില്ല എന്ന് വ്യാപാരികൾ സർക്കാരിനെ അറിയിച്ചു. സമരം സർക്കാരിനോടുള്ള വെല്ലുവിളിയാണെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും വ്യാപാരികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. GST നിലവിൽ വരുന്നതിന് മുൻപ് 103 രൂപയായിരുന്നു കോഴിയിറച്ചിയുടെ വില. എന്നാൽ GST വന്നതിന് ശേഷം ഇതിൽ 14% നികുതി ഇളവ് ലഭിച്ചു. ഈ സാഹചര്യത്തിൽ കോഴിയിറച്ചി 87 രൂപയ്ക്ക് വിൽക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. എന്നാൽ കോഴിയിറച്ചി വ്യാപാരി സംഘടനകൾ ചില വൻകിട ലോബികളുടെ കയ്യിലാണെന്നും ഇവരാണ് കോഴിയിറച്ചിയുടെ വില കുറയ്ക്കാതെ സർക്കാരിനെയും ജനങ്ങളെയും വെല്ലുവിളിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. ഇവരുടെ നികുതി വെട്ടിപ്പുകൾ പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഈ കേരള സർക്കാർ എങ്ങനെ വില കുറപ്പിക്കുമെന്ന് കാണട്ടെ എന്നൊക്കെ വിജയഭാവത്തിൽ പറയുന്ന രീതിയിലേക്ക് അവരെത്തിച്ചേർന്നിരിക്കുകയാണ്. അതിപ്പോ കേരളത്തിലെ ജനങ്ങളുടെ വെല്ലുവിളിയാണ്. ജനങ്ങളത് പ്രതികരിക്കട്ടെ കാര്യത്തിൽ. എന്നാൽ സർക്കാർ നിർദ്ദേശിക്കുന്നത് പോലെ ഇത്രയധികം പൈസ ഇളവ് വരുത്തി കോഴിയിറച്ചി വ്യാപാരം നടത്തിയാൽ നഷ്ടം വരുമെന്നാണ് സംഘടനാ നേതാക്കൾ പറയുന്നത്. രാവിലെ ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു മാധ്യമങ്ങളോട് ഇവർ ഇക്കാര്യം അറിയിച്ചത്. ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ സമരവുമായി തങ്ങൾ മുൻപോട്ട് പോകുമെന്നും ഇവർ പറഞ്ഞു. മിനിസ്റ്റർ പഴയ നിലപാടിൽ നിന്ന് താഴോട്ട് പോകാൻ തയ്യാറല്ല. അതുകൊണ്ട് നാളെ മുതൽ എല്ലാ കോഴിക്കടകളും അടച്ചിട്ട് സമരത്തിലേക്ക് ഏർപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ചില വ്യാപാരി വ്യവസായി സംഘടനകളുമായി മന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘടനകളുമായി മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക്. 1-ാം പ്രതി പൾസർ സുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചത് സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയായി. നടിയെ ആക്രമിച്ച പ്രതികൾ സിനിമയ്ക്കുള്ളിലുള്ളവർ തന്നെയെന്ന് മന്ത്രി G സുധാകരൻ. സിനിമയ്ക്കുള്ളിലാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ് ഉള്ളത് എന്നും സുധാകരൻ പറഞ്ഞു. കുറ്റം പറയേണ്ടതിന് പറയണം എന്നാണ് ഞാൻ പറയുന്നത്. പറയണം, കുറ്റമൊക്കെ ഉണ്ടാവില്ല. പക്ഷേ ആരാണ് ഉത്തരവാദി? ഒരു നടി ആക്രമിക്കപ്പെടുന്നത് രാത്രിയിലാണ്. ആർക്കറിയാം? പോലീസ് അറിയോ? അവർ പോണ കാര്യമില്ലല്ലോ. അവർ പോയ കാര്യം പോലീസ് അറിയില്ലല്ലോ. അറിയേണ്ട കാര്യമില്ലല്ലോ. അവരവരുടെ സ്വകാര്യമായ ഒരു സിനിമാ പരിപാടിക്കാണ് പോകുന്നത്. അവരാരും അറിയിക്കേണ്ട കാര്യമില്ല. അപ്പൊ സിനിമയിലുള്ളവർ തന്നെയാണ് ആളെ കൊണ്ടുവയ്ക്കുന്നത്. ഇതാരെങ്കിലും പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ട് സിനിമയിൽ ഇങ്ങനെ സംസ്കാരം വന്നൊന്ന് ചർച്ച ചെയ്യാത്തതുണ്ടാ ഇവിടെ? സിനിമയിലെ ഗ്രൂപ്പിന്റെ പുറകെ പോകേണ്ട കാര്യം നമുക്കാർക്കുമില്ല. പല ഏറ്റവും വലിയ ഗ്രൂപ്പ് സിനിമയ്ക്കകത്ത് എനിക്കറിയാം. നമുക്കതിനൊന്നും ഒരു താല്പര്യമില്ല. സിനിമയിൽ നല്ല സിനിമയാണ് നല്ലതെന്ന് പറയും. 5000 കോടി മുടക്കിയത് കൊണ്ടൊന്നും നല്ല സിനിമയാണെന്നൊന്നും ആരും പറയത്തില്ല. ആ സിനിമ കണ്ടിട്ട് പറയും. നടീനടന്മാരുടെ അഭിനയം കണ്ടിട്ട് പറയും. ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിച്ചു, ഒരു അഡ്വാൻസ് ആയിട്ട് നല്ല സിനിമയെന്ന് പറയാൻ പറ്റില്ല. ഒരു സിനിമയിലും ആദ്യം അഭിനയിക്കാനുള്ള സിനിമ എത്ര ഗംഭീരമായിരിക്കും. അങ്ങനെ ചിന്തിക്കാത്ത എന്താ കേരളീയ സമൂഹം?
സ്വന്തം ഏറ്റവും സ്വാധീനമുള്ള, ഏറ്റവും ചടുലവും ഏറ്റവും സാങ്കേതിക മേന്മയുള്ള കലാരൂപമാണ് സിനിമ. അത്രയും ഒരു കലാപരിപാടി ജനങ്ങൾ വേറെ കാണുന്നില്ല. ടെലിവിഷൻ സിനിമയുടെ ഒരു വേറൊരു പതിപ്പാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? വർഗീയ കലാപത്തിന് പരസ്യമായി ആഹ്വാനം നൽകി BJP MLA. 2002 ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കൾ തിരിച്ചടിച്ചതുപോലെ പശ്ചിമബംഗാളിലെ ഹിന്ദുക്കൾ ഉണരണം എന്നാണ് ഹൈദരാബാദ് ഘോഷ്മഹൽ MLA T. രാജാ സിംഗിന്റെ ആഹ്വാനം. ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിലാണ് വർഗീയ കലാപത്തിന് ആഹ്വാനം നൽകുന്നത്. പശ്ചിമബംഗാളിലെ വിവിധ മേഖലകളിൽ വർഗീയ കലാപം തുടരുന്നതിനിടെയാണ് അക്രമത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്ത് BJP MLAയുടെ വീഡിയോ സന്ദേശം. ഹൈദരാബാദ് ഗോഷമഹലിലെ BJP MLA T. രാജാ സിംഗ് ആണ് ഹിന്ദുക്കളോട് തിരിച്ചടിക്കാൻ ആഹ്വാനം ചെയ്തത്. 2002 ഗുജറാത്ത് കലാപകാലത്ത് ഹിന്ദുക്കൾ ശക്തമായ തിരിച്ചടി നൽകി. അതേപോലെ പശ്ചിമബംഗാളിലെയും ഹിന്ദുക്കൾ തിരിച്ചടിക്കണം. പശ്ചിമബംഗാളിൽ ഹിന്ദുക്കൾ ഇപ്പോൾ സുരക്ഷിതരല്ല. തിരിച്ചടി നൽകിയില്ലെങ്കിൽ ബംഗാൾ വൈകാതെ ബംഗ്ലാദേശായി മാറുമെന്നും അത് തടയാൻ ബംഗാൾ കടുവകൾ ഉണരണമെന്നുമാണ് BJP MLAയുടെ ആഹ്വാനം. ഗുജറാത്ത് के हिंदुओं ने जो जवाब दिया था आज उसी तरह से बंगाल के हिंदुओं को जवाब देने की आवश्यकता है. വീഡിയോ സന്ദേശത്തിൽ T. രാജാ സിംഗ് പശ്ചിമബംഗാൾ സർക്കാരിനെയും രൂക്ഷമായി വിമർശിക്കുന്നു. വർഗീയവാദികളെ പശ്ചിമബംഗാൾ സർക്കാർ സംരക്ഷിക്കുകയാണെന്നാണ് രാജയുടെ ആരോപണം. നേരത്തെയും വർഗീയ പരാമർശങ്ങളുടെ പേരിൽ വിവാദത്തിലായ ആളാണ് T. രാജാ സിംഗ്. അയോധ്യയിലെ രാമക്ഷേത്രത്തെ എതിർക്കുന്നവരുടെ തലവെട്ടുമെന്ന് വെല്ലുവിളിച്ച രാജയ്ക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. UDF-ൽ നിന്ന് ആരും വിട്ടുപോകില്ല എന്ന് ഉമ്മൻചാണ്ടി. കോൺഗ്രസും ലീഗും CPI-യും ഒന്നിച്ച് പ്രവർത്തിച്ച നല്ല നാളുകൾ ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. CPI പറയുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. കാരണം പിന്നെ ഇന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനും മറ്റും അവരെടുത്തിട്ടുള്ള നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി വ്യത്യസ്തമായ ഒരു സഹനം എടുത്തിട്ടുള്ളത്. പണ്ട് CPI-യും കോൺഗ്രസും എല്ലാം കൂടി ഒന്നിച്ച് പ്രവർത്തിച്ച നല്ല നാളുകൾ എല്ലാവരുടെയും മനസ്സിലില്ലേ? അല്ല, ആ നല്ല നാളുകൾ എല്ലാവരുടെയും മനസ്സിലില്ലേ എന്നാണ് എന്റെ ചോദ്യം. കേരള കോൺഗ്രസിന്റെ പകരം എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷേ കോൺഗ്രസും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും CPI-യും എല്ലാം കൂടെ പ്രവർത്തിച്ച നല്ലൊരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് ഇന്നും ജനങ്ങൾ മറന്നിട്ടില്ല. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കുകൾ അപകടത്തിൽ. പാളം ഉറപ്പിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പാളികൾ ദ്രവിച്ച് ഇളകിയ നിലയിലാണ്. അറ്റകുറ്റപ്പണികൾ വർഷങ്ങളായി നടക്കുന്നില്ല. ദ്രവിച്ചു മാറിയ പാളങ്ങൾ പലക വെച്ച് ഉറപ്പിച്ച നിലയിലാണ്. ദിവസവും 10,000-കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മനുഷ്യജീവനുകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത്. റെയിൽവേ പാളങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പാളികൾ തകർന്ന തുരുമ്പ് പിടിച്ച കമ്പികൾ പുറത്തു കാണാവുന്ന അവസ്ഥ. പാളങ്ങൾ ഉറപ്പിച്ച കോൺക്രീറ്റ് പാളികൾ തകർന്ന സ്ഥലങ്ങളിൽ തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന നിലയിൽ. റെയിൽവേയെ വിശ്വസിച്ച് ചീറിപ്പായുന്ന ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യജീവനുകൾക്ക് പുല്ലുവില കൽപ്പിക്കുകയാണ് റെയിൽവേ അധികൃതർ. ഇനിയൊരു വൻ ദുരന്തം വിളിച്ചു വരുത്തുവാൻ മനഃപൂർവ്വം കാത്തിരിക്കുന്നത് പോലെയാണ് ഈ ചിത്രങ്ങൾ തരുന്ന മറുപടി. ഡിവിഷണൽ മാനേജറുടെ മൂക്കിന് താഴെ ഇത്രയും മനുഷ്യജീവൻ വെച്ച് കളിക്കുന്ന, മനുഷ്യജീവൻ വെച്ച് കുരുതി ആടുന്ന ഒരു രംഗമാണ് ഇത്. വളരെയധികം വിഷമിപ്പിക്കുന്നതും ഞെട്ടൽ ഉണ്ടാക്കിയതുമായ ഒരു സംഭവമാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന റെയിൽവേ ട്രാക്കുകളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. എന്നാൽ ഞങ്ങൾ റെയിൽവേ അധികൃതരെ സമീപിച്ചെങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നവുമില്ലെന്നായിരുന്നു ആദ്യ മറുപടി. പക്ഷേ ചിത്രങ്ങളടക്കം വിസ്തരിച്ചപ്പോൾ അല്പമെന്ന് പരിങ്ങിയെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെന്നായിരുന്നു മറുപടി. സ്റ്റേഷനുകളായതുകൊണ്ട് ട്രെയിനുകൾ വേഗത കുറച്ചായിരിക്കും എത്തുക. അതിനാൽ അപകടങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കുകയായിരുന്നു അവർ. എന്നാൽ റെയിൽവേ അധികൃതരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രമാത്രം: ഇവിടെ സഞ്ചരിച്ചെത്തുന്നവരുടെയും ട്രെയിൻ കാത്തു നിൽക്കുന്നവരുടെയും ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. അതിനാൽ വലിയൊരു അപകടത്തിനായി കാത്തിരിക്കരുത്. ദുരന്തങ്ങൾക്ക് ശേഷമുള്ള രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചല്ല, മറിച്ച് ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള മുൻകരുതലുകളെക്കുറിച്ചാണ് അധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. ക്യാമറാമാൻ അജിത് കാരോടിനൊപ്പം റിനു ശ്രീധർ, പീപ്പിൾ TV.
സെൻകുമാർ വിഷയത്തിൽ പിണറായിയെ പിന്തുണച്ച യൂത്ത് ലീഗ് 2 ദിവസത്തേക്കെങ്കിലും സെൻകുമാറിനെ മാറ്റിയ പിണറായിയാണ് ശരിയെന്നും സെൻകുമാറിന്റെ നിലപാട് വർഗീയവാദികളെ പോലും നാണിപ്പിക്കുന്നതാണ് എന്നും യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം പറഞ്ഞു. സെൻകുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണ അർപ്പിച്ചാണ് യൂത്ത് ലീഗ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം രംഗത്തെത്തിയിരിക്കുന്നത്. 2 ദിവസത്തേക്കെങ്കിൽ 2 ദിവസത്തേക്ക് സെൻകുമാറിനെ പോലുള്ള ഒരു കൊടും വർഗീയവാദിയെ DGP കസേരയിൽ നിന്ന് മാറ്റി നിർത്തിയ പിണറായിയാണ് ശരിയെന്ന് നജീബ് കാന്തപുരം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. പോസ്റ്റിലുടനീളം സെൻകുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സെൻകുമാറിന്റെ അഭിമുഖത്തിലെ പരാമർശങ്ങൾ ഞെട്ടലോടെയും വേദനയോടെയുമാണ് വായിച്ചത്. കടുത്ത വർഗീയവാദികളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്താൻ സെൻകുമാറിനെ പ്രേരിപ്പിച്ചത് ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണെന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ടെന്നും നജീബ് അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ വ്യവസായ മേഖലയിൽ നിക്ഷേപിക്കാൻ സ്വകാര്യ സംരംഭകർ മടിക്കുന്നതായി കണക്കുകൾ. 1992 ശേഷം ഏറ്റവും കുറവ് നിക്ഷേപം ഉണ്ടായത് ഈ വർഷമായിരുന്നു. പദ്ധതി ചെലവുകളും കോർപ്പറേറ്റ് കമ്പനികൾ കുറയ്ക്കുകയാണ്. നിക്ഷേപ സാഹചര്യം ഇല്ല എന്നാണ് വിലയിരുത്തൽ. സ്വകാര്യ മേഖലയിൽ വൻ നിക്ഷേപം നടക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദത്തിനിടയിലാണ് പുതിയ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തെ 1000-ഓളം വരുന്ന ലിസ്റ്റഡ് കമ്പനികൾ നടത്തിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് മാധ്യമം നടത്തിയ പഠനത്തിലാണ് ഇന്ത്യയിലെ വ്യവസായ വളർച്ച ആശങ്കയുണ്ടാക്കുന്ന വിധം തളരുന്നതായി കാണുന്നത്. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ സ്വകാര്യ കമ്പനികൾ മടിച്ചു നിൽക്കുന്നു. 2016-17 സാമ്പത്തിക വർഷം ഇന്ത്യയിലുണ്ടായ പുതിയ നിക്ഷേപങ്ങൾ വെറും 5% മാത്രം. 9.4% വളർച്ച നേടിയിരുന്നതിൽ നിന്നാണ് നിക്ഷേപങ്ങൾ കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത്. 1992 ശേഷമുള്ള ഏറ്റവും വലിയ കുറവ്. They have taken data of 1000 non-financial firms. The increase in private investment in the year 2016-17 is the lowest since 1992. കഴിഞ്ഞ 25 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ നിക്ഷേപമുണ്ടായത് 2013-14 സാമ്പത്തിക വർഷം. 5.7 ലക്ഷം കോടി രൂപ പുതിയ പദ്ധതികൾക്കായി കോർപ്പറേറ്റുകൾ ചെലവഴിച്ചു. അതിനുശേഷം രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറി. തൊട്ടടുത്ത സാമ്പത്തിക വർഷം മുതൽ വളർച്ച താഴോട്ട്. ഇപ്പോൾ അത് 2.07 ലക്ഷം കോടിയായി കുറഞ്ഞു. പുതിയ സാഹചര്യത്തിൽ റിസ്ക് ഏറ്റെടുക്കാൻ കോർപ്പറേറ്റുകൾ മടിക്കുന്നതാണ് പ്രധാന കാരണമെന്ന് പഠന റിപ്പോർട്ട് പറയുന്നു. ബാങ്കുകൾ നൽകുന്ന ലോണുകളിൽ വന്ന കുറവും വൻ പദ്ധതികളെ ബാധിക്കുന്നുണ്ട്. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. നായ്ക്കുരണ കൃഷിയിൽ പുതിയ പാഠങ്ങൾ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയാണ് കുറ്റ്യാട്ടൂരിലെ പെൺകൂട്ടായ്മ. 3 ഏക്കർ തരിശുഭൂമിയിൽ നിന്ന് ഈ കുടുംബശ്രീ കൂട്ടായ്മ കൃഷി ചെയ്ത് പൊന്നുവിളയിക്കുകയാണ്. കുറ്റ്യാട്ടൂർ പൗർണമി കുടുംബശ്രീയാണ് അതിജീവനത്തിനുള്ള പുതിയ മാർഗങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. മലയോരത്തെ 3 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് നായ്ക്കുരണ കൃഷി ചെയ്താണ് ഇവർ വിളവെടുപ്പിലെ പുതിയ പരീക്ഷണം നടത്തുന്നത്. നമ്മളെ ഓർമ്മയിൽ ഈ പറമ്പത്ത് കൈക്കോട്ട് തട്ടിയില്ല. നമ്മളെല്ലാം വയസ്സായ അവരെ ആ അമ്മമ്മമാരുടെ കാലത്ത് പോലും ഈ പറമ്പത്ത് കൈക്കോട്ട് വീണ ചരിത്രമില്ല. കാട് പിടിച്ച് കിടക്കുന്നതാണ്. ആ മണ്ണിനെയാണ് നമ്മൾ ഇന്ന് പൊന്നു വിളിക്കുന്ന മണ്ണാക്കി മാറ്റി. കുടുംബശ്രീയിലൂടെയാണ് നമ്മൾ ഇത്രയും സ്ത്രീകൾ കരുത്താർജിച്ചതും. ആയുർവേദ രംഗത്തും വിപണിയിലും ആവശ്യക്കാരുണ്ടെന്ന അറിവിലാണ് പുതിയ കൃഷിയിലേക്ക് ശ്രദ്ധ തിരിച്ചത്. ജില്ലാ മിഷൻ, പഞ്ചായത്ത്, തൊഴിലുറപ്പ് പദ്ധതി എന്നിവരുടെ സഹകരണവും ലഭിച്ചതോടെ രംഗം സജീവമായി. 60 വയസ്സിലേറെ പ്രായമായ സ്ത്രീകൾ കൂടിയുള്ള കൂട്ടായ്മയാണ് മലയോരത്തെ ഈ പുത്തൻ കൃഷി പരീക്ഷണത്തിനിറങ്ങിയിരിക്കുന്നത്. പന്നിശല്യമടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കേണ്ടതുണ്ട്. നായ്ക്കുറണ എന്ന് പറയുമ്പോൾ എല്ലാവരും ചൊറിയുന്ന വസ്തു എന്നുള്ള നിലയിൽ ഇതിനെ മാറ്റി നിർത്തിയാണ്. ചൊറിയുന്നതല്ല, ആയുർവേദത്തിൽ ഏറ്റവും നല്ല ഔഷധ ചെടിയാണിത്. അതിന്റെ വിത്ത് ഒരുപാട് ഗുണങ്ങൾ ഏറിയതാണ്. അതിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ മുന്നേറ്റം. നായ്ക്കുരണ രോമത്തിന് വിപണിയിൽ കിലോഗ്രാമിന് ഇന്ന് 4000 രൂപയാണുള്ളത്. കുരുവിന് 300 രൂപയും ലഭിക്കും. 3 ഏക്കറിലെ കൃഷി വിജയം വരിച്ചാൽ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണിവർ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മുംബൈയിലെ പ്രശസ്തമായ ജുഹു ബീച്ചിന്റെ അവസ്ഥ ശോചനീയമാണ്. സ്വച്ഛ് ഭാരതത്തിന്റെ പ്രവർത്തനങ്ങൾ മുദ്രാവാക്യങ്ങളിലും സെൽഫിയിലും മാത്രമായി ഒതുങ്ങാതെ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കടൽ തീരത്തെ മാലിന്യ വിമുക്തമാക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം എന്ന വിമർശനം ശക്തമാണ്. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഒരു വിളിപ്പാടകലെയുള്ള ഏറെ തിരക്കേറിയ കടൽ തീരമാണ് ജുഹു. മുംബൈയുടെ തനത് രുചികളെല്ലാം ആസ്വദിച്ച് ബീച്ചിലൂടെ നടക്കാനും ഉല്ലസിക്കാനുമായി എത്തുന്നവരിൽ നല്ലൊരു ശതമാനം ഇപ്പോൾ ഈ വഴി വരുന്നില്ല. ഒരു കാലത്ത് സിനിമാ പ്രവർത്തകരുടെ ഇഷ്ട ലൊക്കേഷനായിരുന്നു ഈ കടൽ തീരം. പൊതുവെ തിരക്ക് പിടിച്ച കടൽ തീരത്ത് ലൈഫ് ഗാർഡുകളോ പോലീസുകാരോ നിരീക്ഷണത്തിന് പോലും എവിടെയും കാണാൻ കഴിയുന്നില്ല. ബീച്ചിലെ കച്ചവടക്കാർക്ക് പോലും ക്യാമറ കണ്ണുകളെ ഭയമാണ്.
ഇത്തരം റിപ്പോർട്ടുകൾ കൊണ്ട് അവശേഷിക്കുന്ന വിനോദസഞ്ചാരികളെ കൂടി ഇല്ലാതാക്കുമെന്നാണ് ഇവരെല്ലാം ആശങ്കപ്പെടുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാൽ ലോകത്ത് ഏറ്റവും വൃത്തിഹീനമായ കടൽ തീരവും കടലും മുംബൈയിലെന്നാണ് റിപ്പോർട്ട്. ആൽഫ്രഡ് വെങ്ങർ ഇൻസ്റ്റിറ്റ്യൂട്ടും മറൈൻ റിസർച്ച് ജർമ്മനിയും സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. മുംബൈയിലെ ജുഹു, വെർസോവ തുടങ്ങിയ ബീച്ചുകളെല്ലാം മലിനപ്പെട്ടു കഴിഞ്ഞു. മതപരമായ ചടങ്ങുകൾ, പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ആധിക്യം, തദ്ദേശവാസികൾ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ തുടങ്ങിയവയെല്ലാം കടൽ തീരത്തെ മലിനമാക്കുന്നു. ബീച്ചിനോട് ചേർന്നുള്ള താമസ സമുച്ചയങ്ങളിൽ അക്ഷയകുമാറും ഋതിക് റോഷനും ശില്പ ഷെട്ടിയും തുടങ്ങി പ്രശസ്തരുടെ നീണ്ട നിര തന്നെയുണ്ടെങ്കിലും ജാലകത്തിലൂടെ കാണാവുന്ന പരിതാപകരമായ അവസ്ഥയോട് നിസ്സംഗതയാണ് പരിസരവാസികൾക്കും. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. കൊല്ലത്ത് ഡിവൈഎഫ്ഐക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധം ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് തല്ലിപ്പിരിഞ്ഞു. CR മഹേഷ് പങ്കെടുത്ത പ്രതിഷേധമാണ് AI ഗ്രൂപ്പ് പ്രവർത്തകരുടെ പരസ്യ ഏറ്റുമുട്ടലിനെ തുടർന്ന് തല്ലിപ്പിരിഞ്ഞത്. ഇന്നലെ വൈകിട്ട് ശാസ്താംകോട്ട ചക്കുവള്ളിയിലാണ് സംഭവം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നുവെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗമാണ് ഗ്രൂപ്പ് വഴക്കിൽ ഉപേക്ഷിച്ചത്. ചക്കുവള്ളി മയ്യത്തുങ്കര പള്ളിയുടെ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനത്തിന് ഉമ്മൻചാണ്ടിയെ സംഘാടകർ ക്ഷണിച്ചിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശാസ്താംകോട്ട സുധീറിന്റെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് സുധീർ ഉമ്മൻചാണ്ടിയെ പിന്തിരിപ്പിച്ചുവെന്നും അതിനാൽ പ്രതിഷേധ യോഗത്തിൽ സുധീറിനെ പങ്കെടുപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് CR മഹേഷിന്റെ നേതൃത്വത്തിൽ I ഗ്രൂപ്പ് പ്രവർത്തകർ യോഗം നടത്താൻ അനുവദിച്ചില്ല. ഇവർ തമ്മിലുള്ള വാക്കേറ്റം കയ്യാങ്കളിയുടെ വക്കിലെത്തിയതോടെ പ്രതിഷേധ യോഗം പിരിച്ചുവിടുകയായിരുന്നു. അസഫിയ വർഷം കൊണ്ട് ഇരു ഗ്രൂപ്പുകളും വാക്കേറ്റവും നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരസ്യ ഏറ്റുമുട്ടൽ കണ്ട് നാട്ടുകാരും അമ്പരന്നു. കാഞ്ഞിരവിള അജയകുമാർ, KSU ജനറൽ സെക്രട്ടറി സുഹൈർ അൻസാരി തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു. CR മഹേഷിനെ യൂത്ത് കോൺഗ്രസിൽ തിരിച്ചെടുത്തത് A ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചിരുന്നു. AI ഗ്രൂപ്പ് തെരുവിൽ എത്തുന്ന തരത്തിൽ അകൽച്ച കൂടി. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് I ഗ്രൂപ്പിനെ ദുർബലപ്പെടുത്താനുള്ള സഹന നീക്കങ്ങളും A ഗ്രൂപ്പ് ശക്തമാക്കിയതിന്റെ സൂചനയാണ് ഉമ്മൻചാണ്ടിയുടെ പിന്മാറ്റവും ചക്കുവള്ളിയിലെ തുടർ സംഭവങ്ങളും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന വയലാർ രാമവർമ്മ മലയാള സാംസ്കാരികോത്സവത്തിന് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്ത് തുടക്കമായി. ഈ മാസം 8 മുതൽ 23 വരെ 16 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. നഗരസഭാ മേയർ VK പ്രശാന്ത്, മുൻ മേയർ അഡ്വക്കേറ്റ് K ചന്ദ്രിക, സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി പരിശ്രമിച്ച മേയർ VK പ്രശാന്തിനെയും ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാറിനെയും വയലിൻ മാന്ത്രികൻ കൈപ്പട്ടൂർ രാധാകൃഷ്ണനെയും ആദരിച്ചു. സ്വർണത്തിന് ഈടാക്കുന്ന GST പൂർണ്ണമായും പ്രത്യേക ഡിസ്കൗണ്ടായി ഉപഭോക്താക്കൾക്ക് തന്നെ തിരിച്ചു നൽകുമെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇതിലൂടെ സ്വർണ്ണ വ്യാപാര രംഗത്ത് പുതിയ ഉപഭോക്തൃ സൗഹൃദത്തിന് മലബാർ ഗോൾഡ് തുടക്കമിടുകയാണ് എന്ന് ചെയർമാൻ MP അഹമ്മദ് അറിയിച്ചു. സ്വർണത്തിന് ഇതിലൂടെ വലിയ വിലക്കുറവുണ്ടാകുമെന്നും GST സ്വർണ്ണ വ്യാപാര രംഗത്തിന് നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബില്ലില്ലാതെയുള്ള അനധികൃത വിൽപ്പനകൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MP അഹമ്മദ് പറഞ്ഞു. കമ്പനിയുടെ M കണക്ട് എന്ന മൊബൈൽ ആപ്പും വാർത്താ സമ്മേളനത്തിൽ പരിചയപ്പെടുത്തി. ഇരിഞ്ഞാലക്കുട ചുങ്കത്ത് ജ്വല്ലറിയുടെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. 165 വിദ്യാർത്ഥികളാണ് ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ച അനുമോദന ചടങ്ങിൽ ആദരിക്കപ്പെട്ടത്. ചുങ്കത്ത് ജ്വല്ലറി ഇരിഞ്ഞാലക്കുട ബ്രാഞ്ച് ആഘോഷങ്ങളുടെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ ബമ്പർ നറുക്കെടുപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. ബമ്പർ സമ്മാനമായ ഡാറ്റ്സൺ റെഡിഗോ കാർ ഇരിഞ്ഞാലക്കുട സ്വദേശി സമീഷിനും ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ ചന്ദ്രാപിന്നി സ്വദേശി ബാബിനും ലഭിച്ചു. ചുങ്കത്ത് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ CP പോൾ, മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത്ത് പോൾ ചുങ്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.